ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് പെരുന്നാളല്ലേ. അപ്പോൾ ഇന്നെ പെരുന്നാൾ വിശേഷമാണ് കേട്ടോ. രാവിലെ തന്നെ കുളിച്ചിറങ്ങി നേരെ കിച്ചണിൽ വന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് കിച്ചൺ ഭയങ്കര മുഖ്യമാണ് ഗൈസ്. അപ്പോൾ ഇന്ന് അപ്പവും ചിക്കൻ കറി ഉമ്മ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഒരു പിടി അങ്ങ് പിടിച്ചു. പിന്നെ വാപ്പച്ചിട്ട് പറഞ്ഞു ശിവാനിയുടെ വീട്ടിൽ ഇപ്പോൾ അവളെ എടുത്തുകൊണ്ട് അമ്മൂൻ്റെ വീട്ടിൽ കൊണ്ടാക്കി തരണേ വാപ്പച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് പെരുന്നാളുണ്ട് വാപ്പ വേറെ മറുകറൊന്നും പറഞ്ഞില്ല. അങ്ങനെ നേരെ അമ്മൂൻ്റെ വീട്ടിൽ കൊണ്ട് കളഞ്ഞിട്ട് വാപ്പ ടാറ്റയും പറഞ്ഞ് അപ്പോഴേ പോയി. പിന്നെ അമ്മൂനെ കുളിച്ച് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ചാടി പടച്ചിറങ്ങി ബസ് സ്റ്റോപ്പിൽ വന്നു. അവിടെ നിന്ന് നേരെ പുത്തൻചന്തയിൽ എൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട് ബസ് കയറാൻ വന്നപ്പോൾ ഇവൾമാർക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു. പിന്നെ പെരുന്നാളാണ്ട് എൻ്റെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് ചാർജ് പഠിച്ചു കൊടുത്തു. പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ബസ്സിൽ കയറി എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഉമ്മ ഇവിടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവളമാർക്കൊക്കെ ബിരിയാണി കൊടുത്ത് മുണങ്ങി ഇരിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മ അങ്ങ് വീട്ടിൽ പോയി, പെട്ടെന്ന് പോയി. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ശിവാനിക്ക് വീട്ടിൽ പോകുന്ന സമയം അങ്ങനെ ബസ് സ്റ്റോപ്പിൽ വന്നപ്പോൾ ബസ്സിൻ്റെ പാടെ അങ്ങ് പോയി. പിന്നെ ഒന്നും നോക്കിയില്ല, നടന്നു പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അവളെ ചെരുപ്പ് നല്ല ഫിറ്റ് ആയതുകൊണ്ട് അവൾക്ക് നല്ല മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കാല്. പിന്നെ എൻ്റെ വാളംപുള്ളിപ്പുളത്ത് ചെരുപ്പ് കൊടുത്ത് നടന്നു പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ അവളെ ചെരുപ്പ് ഞാനും ഇട്ടു. പിന്നെ നേരെ അവളെ വീട്ടിൽ വന്നപ്പോൾ അവളെ വീട്ടിൽ പെരുന്നാളാണ്ട് അതിഥി വന്നു. എൻ്റെ വീട്ടിലൊരു സുമതി പോലും വന്നില്ല.